ഹലോ എവരിവൺ. അപ്പോൾ പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം ഏകദേശം 4:45 ഞാൻ പയ്യന്നൂർ പോയിട്ട് വന്നപാടാണ് ഈ ഒരു ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. രാവിലെ നല്ല മഴയും ഇടിയും സംഭവങ്ങളായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ പയ്യന്നൂർ എന്താ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസിൻ്റെ കല്യാണം ഉണ്ട് അടുത്ത ആഴ്ച. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞാനും നയനും കൂടെ പോയതാണ്. അപ്പോൾ പോയതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഞാനും അച്ഛനും കൂടെ മെല്ലെ പുറപ്പെട്ടിട്ടുണ്ട്. നല്ല മഴയ്ക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് കീഞ്ഞിനി. ഇപ്പം ചെറുങ്ങനെ മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയനടുത്തമ്മേനെയും നയനൂനെയും അടന്ന് കൂട്ടുവാന്നുള്ളതാണ്. അപ്പം അവർ ഭയങ്കര കൃത്യനിഷ്ഠതയുള്ളവരാണെന്നുള്ളത് എന്തായാലും മനസ്സിലായിട്ടുണ്ട് കേട്ടോ. നമ്മളെക്കാളിലും മുന്നേ അവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നാ അവരെ കൂട്ടുക, നേരെ ഉഴിച്ചിയിൽ പോവുക, ബസ് കയറുക. നൈന് ശരിക്കും പറഞ്ഞാൽ സ്കൂളും അടിച്ചിട്ട് ഇന്ന് ലീവാക്കിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഓളയിൽ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പം അങ്ങനെ നമ്മളിതാ ഉഴിച്ചിയിലെത്തിയിട്ടുണ്ട്. ശരിക്കും ഇവിടുന്ന് നമുക്ക് പയ്യന്നൂരേക്ക് പോകണമെങ്കിൽ ഭയങ്കര ഈസിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്കേ ബസ്സുണ്ട്. സെക്കൻഡിന് മിനിറ്റിന് ബസ്സുണ്ട് എന്ന് തന്നെ പറയാം. അപ്പം അച്ഛനെ നമ്മളിവിടെ ഇറക്കി വിട്ടിട്ട് അച്ഛൻ വീട്ടിലേക്ക് പോകും. പിന്നെ തിരിച്ച് വരുമ്പോൾ അച്ഛൻ കൂട്ടാൻ വേണ്ടി വരണം. അച്ഛന് സത്യം പറഞ്ഞ പണി തന്നെയാണ്. എന്നാലും സാറില്ല, ഇടയ്ക്കല്ലേ അല്ലേ. നമുക്ക് അങ്ങോട്ട് കിട്ടാം. അപ്പോൾ ബസ് കയറിയപാട് എന്തോ ഭാഗ്യത്തിന് സീറ്റെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം മാത്തിൽ കാങ്കോൽ അങ്ങനെ ആ റൂട്ടാണ് പോകുന്നത്, അല്ലാണ്ട് മാതമംഗലം പ്ലാത്രയല്ല. അപ്പം അതിനെ അപേക്ഷിച്ച് ഇത് കുറച്ചും കൂടെ ഈസിയാണ്. 45 മിനിറ്റാണുള്ളത് പയ്യന്നൂർ എത്താൻ. എനിക്ക് പെട്ടി സീറ്റിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ നൈനു. നമ്മളെന്തായാലും കുറച്ച് ബേക്കോട്ടാന്നുള്ളത്, കുഴപ്പമില്ല, അവൾ അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ മഴയാണ്, നല്ല പാട്ടുണ്ട് ബസ്സിൽ, പോകാൻ നല്ല സുഖമുണ്ട്. അപ്പോൾ ബസ് യാത്രയൊക്കെ കഴിഞ്ഞ് നേരെ പയ്യന്നൂരെത്തി നമ്മൾ നേരെ വിട്ടത് സൂര്യയിലേക്കാണ്. അപ്പോൾ പറഞ്ഞില്ലേ കല്യാണത്തിൻ്റെ ഷോപ്പിംഗ് എന്നുള്ള രീതിയിൽ കുറച്ച് ഡ്രസ്സ് എടുക്കണം. അപ്പം അതിൻ്റെ സെലക്ഷനും കാര്യങ്ങളെല്ലാം ഇനി കാണാൻ വേണ്ടി പോകുന്നത്. വലിയ സീസണൽ ടൈമൊന്നും അല്ലെങ്കിൽ പോലും നല്ല സെലക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുഞ്ഞുടുപ്പുകളാണ്. എന്തെല്ലാം മോഡലാണെന്നറിയാം, നല്ല രസമുണ്ട് അതിന് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ നൈനൂടെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട് വേണമെന്നും പറഞ്ഞിട്ട്. ഡെയിലി വേസ് ആണെങ്കിലും പാർട്ടി വേസ് ആണെങ്കിലും ഇവിടെ നല്ല ഒരുപാട് സെലക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൺഫ്യൂഷൻസും ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനും കൂടി വരുവാന്ന് ചെയ്തിട്ടുണ്ടായേ. അപ്പം അതിനിടയ്ക്ക് നൈനും എനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിശപ്പൊന്നല്ല, സത്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് മടുപ്പ് വന്നതുകൊണ്ടാണ്. എന്തായാലും പോകുന്ന പോക്കിലൊരു ഐസ്ക്രീം എല്ലാം വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് സെറ്റാക്കിയിട്ട് അവിടെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നൈനുവിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ടെല്ലാം വേഗം തീർത്തു. അപ്പം അങ്ങനെ ബില്ലെല്ലാം പേ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുമെന്ന് ഇവിടുന്ന്. ബേസിക്കലി നൈനു ഒരു പബ്സ് ലവറാണ് കേട്ടോ. അപ്പം നമ്മൾ സൂര്യൻ്റെ തൊട്ടടുത്തുള്ള ഒരു കൂൾ ബാറിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ 3 പബ്സും 2 കോഫി ഒരു ചായയിൽ ഓർഡർ ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് കഴിച്ചതിന് ശേഷം ഇറങ്ങുക ചെയ്തത്. എന്തോ ഭാഗ്യത്തിന് നമുക്ക് ബസ് നല്ലാണ്ട് വേറെ മഴയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷ കയറി ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തുമ്പോൾ പറയുന്നു എന്നാൽ വീട്ടിലേക്ക് പോയാലോ എന്ന്. ഞാൻ അടുത്തുമ്പോൾ വീട് പയ്യന്നൂരാണ്, ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ വിട്ടേക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അടുത്തുമ്പോൾ വീട്ടിലേക്ക് പോവേന്ന്. നൈനു ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അമ്മമ്മേനെയും അച്ചച്ചനെല്ലാം കണ്ട്. അതിനിടയ്ക്ക് അച്ചച്ചനെ നമ്മൾ വഴിയിൽ നിന്ന് കണ്ടു. അമ്മമ്മ മാത്രമേ വീട്ടിലുള്ളൂ, മാമൻ ബാംഗ്ലൂർ പോയിട്ടാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ കഥയൊക്കെ പറഞ്ഞിട്ട് വഴുതും അങ്ങനെ സൂക്ഷിച്ചു വാന്നൊക്കെ പറഞ്ഞ് നൈനു ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോവാന്ന്. എന്നാല് മഴ ആയതുകൊണ്ട് എന്തുവാന്ന് ഏകദേശം 1 മണിക്കൂറിനിടയ്ക്ക് നമ്മൾ വീട്ടിലുണ്ടായിന് കേട്ടോ. പക്ഷേ വർത്തമാനത്തിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. നമ്മൾ വരുന്നത് വീട്ടിൽ ആർക്കും അറിയുന്നുണ്ടായിട്ടാ. പക്ഷെ എന്നാലും എത്രയും പെട്ടെന്ന് നമുക്ക് ഫുഡെല്ലാം ഒരുക്കി തന്നു. അപ്പം നമ്മളത് അങ്ങനെ തിരിച്ച് പോവേന്ന്. അതിനിടയ്ക്കാണെങ്കിൽ അതിനേക്കാളും വലിയ ഡിസ്റ്റ്, ഞാൻ എൻ്റെ കവർ എടുക്കാണ്ട് വന്നു. പാവം നൈനു, പാവം അമ്മയും. അമ്മ പകുതി വരെ വന്നു, നൈനു പകുതി വരെ പോയി. ഞാനും അടുത്തമ്മ ആടെ നിന്ന് കുറേ സെൽഫി എടുത്തു. അതെ
ഇവളതൊന്നും ഇല്ലല്ലോ അതില്, അതാ നമുക്ക് വിജയില്ലാത്തത്. ഇത് കണ്ടാലും ഓർമ്മ വരണ്ടേ? അതെ, എനക്കും ഒട്ടൂല. എന്റെ ഈ തൂക്കുന്നുണ്ട, ഞാനങ്ങ് നോക്കണ്ടേ? അതന്നെ ആദ്യം വരണ്ടേ അമ്മമ്മക്ക്. അതെ, മെമ്മോടിക്ക. നേരത്തെ പറഞ്ഞൊരു ഐസ്ക്രീമിന്റെ കാര്യമില്ലേ, അത് നൈനു മറന്നിട്ടാട്ടാ. വരുമ്പം അമ്മമ്മേനോട് പൈസയും വാങ്ങിയിട്ട് നൈനു ഇത് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അമ്മ പറഞ്ഞു ചെറുത് മാത്രമേ വാങ്ങാൻ പാടില്ലൂ, മഴയാണ്, തണുപ്പാണ്. അപ്പം മഴയെല്ലാം മാറിയിട്ട് വലിയൊരു ഫാമിലി പാക്ക് വാങ്ങിത്തരാന്നെല്ലാം പറഞ്ഞിട്ട് ചെറിയൊരു കോൺ ഐസ്ക്രീമെല്ലാം വാങ്ങി അങ്ങനെ സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ പോയ കാര്യങ്ങളെല്ലാം ഏകദേശം ഭംഗിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പയ്യന്നൂരിൽ നിന്ന് അടുത്ത ബസ് കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബസ്സിൽ ഇറങ്ങിയിട്ട് അത് അച്ഛൻ കൂട്ടാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നത് വരെ ടാറ്റാ.